നമസ്തേ. നവഗ്രഹങ്ങളും അവയുടെ രത്നങ്ങളും ചർച്ചയാവുന്ന രത്നശാസ്ത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പതിവ് പോലെ നമ്മോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രത്തിലേക്ക് സുസ്വാഗതം. നമസ്കാരം. നമസ്തേ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. അതായത് നമ്മൾ തുലാം ആ ഒരു ലഗ്നത്തിനെ കുറിച്ച് പറഞ്ഞു, അതിലെ സൂര്യൻ്റെ ഒരു നീചാവസ്ഥയെക്കുറിച്ചും ശനിയുടെ എക്സോൾഷനെ കുറിച്ചും നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ തുലാം രാശിയുടെ അധിപനായ ശുക്രൻ്റെ, വീനസിൻ്റെ രത്നം ഒട്ടും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിനെ എൻ്റെ ചാർട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ ഈ ഡയമണ്ട് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചാർട്ടിനെ കുറിച്ചും സാറ് പറയുകയുണ്ടായി. പക്ഷെ ആ ഒരു ചാർട്ടിൽ ഡയമണ്ട് മാത്രമല്ല ആൾക്ക് ഒരു 3 സ്റ്റോണ് നമ്മൾ സപ്പോർട്ടീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളിയുടെ വരാൻ പോകുന്ന കാലഘട്ടം വ്യാഴദശ, തുലാം ലഗ്നത്തിൻ്റെ 3ഉം 6ഉം ഭാവാധിപനായിരിക്കുന്ന വ്യാഴം നീചത്തിൽ നിൽക്കുന്നു. വ്യാഴദശ 2026 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു മോശമായ ഒരു കാലഘട്ടമാണ്. വ്യാഴത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും പുള്ളിയെ ഭരിക്കുന്നത്. അപ്പം വ്യാഴമാണ് ഇനി അങ്ങോട്ട് കയറി. രാഹു മാറിക്കൊടുത്ത് 2026 വ്യാഴം വന്നൊരു 18 വർഷം നമ്മുടെ ക്ലാസ്സിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറായിട്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ വ്യാഴമായിരിക്കും അത് ഭരിക്കുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ദശാകാലങ്ങൾ വരുമ്പം ആ ദശാനാഥൻ ആയിരിക്കും നമ്മളെ ഭരിക്കുന്നത്. അയാളായിരിക്കും അവിടെ പ്രോമിനൻ്റായിട്ടും ഡോമിനൻ്റായിട്ടും നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റ് ഗ്രഹങ്ങളുണ്ടെങ്കിൽ അവരെക്കാളും ഒക്കെ മേളിൽ നിൽക്കും. അപ്പോൾ നല്ല ഒരു ദശാനാഥൻ്റെ കാലഘട്ടമാണെങ്കിൽ അത് നന്നായിട്ട് വരുന്നതും, മോശമാണെങ്കിൽ വളരെ മോശമായിട്ട് വരുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ കാലഘട്ടം മോശമായതുകൊണ്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ശുക്രൻ, ബുധൻ, ഇവരുടെ ലഗ്നങ്ങൾ മാക്സിമം നമ്മൾ കൊടുത്തു. ഡയമണ്ട് കൊടുത്തു, എമറാൾഡ് കൊടുത്തു. പിന്നെ പുള്ളിയുടെ കർമ്മരംഗം 10th ഹൗസ് എന്ന് പറയുന്നത് ജലം, കർക്കിടകം ആയതുകൊണ്ട് അക്യുമറൈൻ കൊടുത്തു. മനസ്സിലായല്ലേ? ചന്ദ്രൻ്റെ രാശിയാണ് കർക്കിടകം. ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ കല്ല് കൊടുത്തില്ല, പകരം വെള്ളവും ജലവുമായിട്ട് ബന്ധപ്പെട്ട അക്യുമറൈൻ കൊടുത്തു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ രത്നങ്ങൾക്ക് ക്യാരറ്റേജും എല്ലാം നമ്മൾ കൂട്ടി കൊടുക്കുന്നത് ആ സമയത്താണ്. അതായത് ഈ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാനറ്റുകളുടെ രത്നങ്ങൾ മാക്സിമം നമ്മൾ അതിൻ്റെ ക്യാരറ്റേജ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യും. ഓക്കെ. അപ്പം ഞാൻ ചോദിച്ച ഒരു സംശയമായിരുന്നു, ആ ഒരു വ്യാഴത്തിൻ്റെ ഒരു ദശാകാലം എന്ന് പറയുന്നത് ആൾക്ക് വളരെ ഒരു മോശം സമയമാകാനാണ് സാധ്യത, അല്ലെങ്കിൽ മോശം സമയമാണ്. ആ സമയത്ത് ഈ രത്നങ്ങളൊക്കെ ഊരി വെക്കണോ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കണോ അനുസരിച്ചിട്ടല്ലോ നമ്മൾ രത്നങ്ങൾ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ ചിലരുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദശാകാലം ശ്രദ്ധിക്കുന്നേ ഇല്ല. നമ്മൾ ആ ചാർട്ട് മാത്രം നോക്കിയിട്ട് നമ്മൾ സ്റ്റോൺ ഡിസൈഡ് ചെയ്യുക ചെയ്യണം. അതിനൊരു വ്യത്യാസവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. വ്യാഴത്തിൻ്റെ കല്ല് ഒരിക്കലൊക്കെ പോലും പുള്ളി ഉപയോഗിക്കാൻ പാടില്ല. കാരണം 3ഉം 6ഉം ഭാവാധിപത്യം നല്ലതല്ല. 6th എന്ന് പറയുന്നത് കടവും ബാധ്യതകളും എല്ലാം വന്നു ചേരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഏറ്റവും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു പീരീഡാണ്. ഒരു അനാവശ്യമായ ഇൻവെസ്റ്റ്മെൻറ്റിനും കൊള്ളത്തില്ല. ഒരു അനാവശ്യമായ കമ്മിറ്റ്മെൻറ്റ്സിൽ ലോണുകൾ എടുക്കുക, അല്ലെങ്കിൽ ലയബിലിറ്റി പണമൊക്കെ വേറെ പല സൈഡിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. ഇവിടെ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. അതായത് നമ്മൾ മുമ്പുള്ള എപ്പിസോഡുകളിൽ ചർച്ച ചെയ്ത് 2 ചാർട്ടുകളുണ്ടായിരുന്നു. അതായത് വീനസിൻ്റെ ആ ഒരു ദശാകാലത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയ 2 ചാർട്ടുകളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു അപകടം ഈ ചാർട്ടിലും ഉണ്ടോ? ഉണ്ട്. ഈ ചാർട്ടിനകത്തും അതുണ്ട്. കാരണം ഇതിനകത്തും 6ആം ഭാവാധിപൻ്റെ പീരീഡാണ് നിൽക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട് ഇതിനകത്ത്, ഈ ആ ചാർട്ടിന്. അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും ഇന്നതായിരിക്കും ജനറലി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓരോ ചാർട്ടിന് ഈ ചാർട്ടിനകത്ത് തുലാം ലഗ്നം 2nd ഹൗസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ 2nd ഹൗസിൽ ചൊവ്വ നിൽപ്പുണ്ട്. ചൊവ്വയുടെ ഓൺ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 2ആം ഭാവാധിപൻ 2 നിന്നാൽ ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്ന കിട്ടുന്ന ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, ലഗ്നത്തിന് ബലവും സൗന്ദര്യവും വർദ്ധിക്കുന്നത് പോലെ 2ആം ഭാവാധിപൻ 2ൽ നിന്നാൽ നമുക്ക് ധനം ഉണ്ടാവും. ധനപരമായ പ്രോബ്ലംസ് കയറി വരത്തില്ല പുള്ളിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ പുള്ളിക്ക് ഏറ്റവും ബെസ്റ്റ് ഡീൽ ചെയ്യാൻ 10th ഹൗസും 2nd ഹൗസും ഒക്കെ
ഈ ജലമായിട്ട് ബന്ധപ്പെട്ട പ്ലാനറ്റ്സ് ഭരിക്കുന്നതുകൊണ്ട് ഈ റിയൽ എസ്റ്റേറ്റ് പോലുള്ള പരിപാടികൾ, ലാൻഡ് പ്രോപ്പർട്ടിയൊക്കെ ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഫാമിങ്, നല്ല ഫാം ഹൗസ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളെ എൻവറോൺമെൻ്റ് എല്ലാം പോവുകയാണല്ലോ ഇപ്പം. അത് വേണ്ട, നമുക്ക് ഫാം ഹൗസുകളെല്ലാം നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പീരീഡിൽ ഈ 2026 തുടങ്ങി വ്യാഴദശാകാലത്ത് ഒന്നും വേണ്ട, ന്യൂട്രൽ അടിച്ചത് കുറച്ചങ്ങോട്ട് പോട്ടെ. അതിൻ്റെ ഒരു ആദ്യത്തെ ആ മടങ്ങൊക്കെ കഴിയുമ്പം എന്തെങ്കിലും ഒരു പ്ലാനും പദ്ധതിയും വരും. ആ ഒരു സമയത്ത് ആൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതേ തുലാം ലഗ്നത്തിൽ വ്യാഴം നീചത്തിൽ നിന്നാലത്തെ കാര്യമാണ് നമ്മൾ ഈ നെഗറ്റീവ്സ് എല്ലാം വ്യാഴത്തെക്കുറിച്ച് പറയുന്നത്. അതേസമയം 10th ഹൗസിൽ വ്യാഴം നിന്നാൽ ഈ ഇങ്ങനെ പറയാൻ പാടില്ല. കാരണം 10th ഹൗസ് കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്, എക്സോൾഷനാണ് അവിടെ. അപ്പോൾ ഒരിക്കൽ പോലും ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ കൊള്ളത്തില്ല. അവിടെ വ്യാഴദശയാണ് വരുന്നതെന്ന് വിചാരിക്കുക ഒരാൾക്ക്. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ അനുഭവമായിരിക്കില്ല ആ വ്യാഴത്തിന് വരുന്നത്. അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഈച്ച് ആൻഡ് എവരി ചാർട്ട് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. പക്ഷേ ഒരു പ്ലാനറ്റിൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞാൽ അത് ജനറലാണ്. അതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം. നമുക്ക് ഈ ഒരാളുടെ വ്യക്തിയുടെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ശുക്രൻ്റെ ഗുണമൊന്നും ചിലപ്പോൾ വേറൊരു ചാർട്ടിൽ കണ്ടെന്നില്ല. തുലാ ലഗ്നം തന്നെ ആയിരിക്കാം. മനസ്സിലായല്ലേ? ശരിയാണ്. അപ്പോൾ അതുപോലെ തന്നെ സാറ് പറയുകയുണ്ടായി, ഈ ഒരു വ്യക്തി ഈ 3 രത്നങ്ങളാണ് ധരിക്കുന്നത്. പിന്നെ വ്യാഴത്തിൻ്റെ മോശം സമയം വരുമ്പം വ്യാഴത്തിൻ്റെ യെല്ലോ സഫയർ ഉപയോഗിക്കാനേ പാടില്ല. അതുപോലെ തന്നെ സാറ് പറയുകയുണ്ടായി, ആള് ഉപയോഗിക്കുന്ന മെറ്റൽ അല്ലെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ മെറ്റലാണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ആൾക്ക് പാടില്ല. അത് ഉപയോഗിക്കാതിരിക്കുക. വെള്ളിയാണ് നല്ലത്. കാരണം ശുക്രൻ്റെ മെറ്റൽ ശരിക്കും വെള്ളിയാണ്. ശുക്രൻ ഒരു ദേവി, ഒരു ഫീമെയിൽ ഇതുമായിട്ടാണല്ലോ കാണുന്നത്. വീനസും ഒക്കെ ആയിട്ട് കണക്ഷനാണ്. വെള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ 3ഉം 6ാം ഭാവം എന്ന് പറയുന്ന രോഗകാരകൻ കൂടെയാണ്. ഈ 6ാം ഭാവാധിപൻ്റെ ഈ പീരീഡിലാണ് ഇദ്ദേഹത്തിന് ഈ അസുഖങ്ങൾ വരുന്നത്. അത് മിക്കവാറും ഈ വ്യാഴമായിട്ട് കണക്ട് ചെയ്താൽ ഈ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസൈഡ്സ്, ഫാറ്റി ലിവർ പോലുള്ള സംഗതികളൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള അപ്പോൾ നമുക്ക് നല്ല മെഡിക്കൽ, ഇപ്പം നമ്മൾ ഡോക്ടറല്ല, ആ ഒരു മെഡിക്കൽ സജഷൻസും പിന്നെ ചെക്കപ്സുകളും ഒക്കെ ചെയ്യണം. വ്യാഴം മോശമായിട്ട് ഇതേപോലെ നിന്നാൽ ഈ വക അസുഖങ്ങൾക്ക് ചാൻസസ് കൂടുതലുണ്ട്. പാൻക്രിയാസുമായിട്ടൊക്കെ കണക്റ്റഡാണ്. അപ്പോൾ വെള്ളിയിലിടുന്നതാണ് നല്ലത്. അതന്നല്ല, ലഗ്നാധിപൻ തന്നെ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമല്ലോ, വെള്ളിക്ക് ഭയങ്കര മനോഹാരിതയായിരിക്കും. ഈ ഗോൾഡ് പുള്ളിയുടെ കയ്യിൽ നിൽക്കണമെന്ന് പോലും ഇല്ല. കാരണം 6th ഹൗസിൻ്റെ ടൈമാണ് ഇപ്പോൾ. 6th ഹൗസ് തന്നെ വ്യാഴമാണ്. അത് ആ 6th ഹൗസിൻ്റെ വ്യാഴം 6th ഹൗസ് തന്നെ നിർത്തി ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് നീചപ്പെട്ടു പോയി. അതുപോലെ സിബ്ലിംഗ് സൈഡ്, തേർഡ് എന്ന് പറയുന്ന സിബ്ലിംഗ് സൈഡും കൂടെയാണ്. അപ്പം സഹോദരിമാരുമായിട്ട് കച്ചവടമോ മണി ഡീലിങ്സോ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഈ ഒരു കാര്യങ്ങളൊക്കെ ആള് ശ്രദ്ധിച്ചിട്ട് വേണം മുമ്പോട്ട് ശ്രദ്ധിച്ച് പോയാൽ മതി. അതിനകത്ത് വേറെ യാതൊരു തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ പറയുകയുണ്ടായി, ആ ഒരു പർട്ടിക്കുലർ ചാർട്ടിൽ ഡയമണ്ട്, അതുപോലെ തന്നെ എമറാൾഡ്, ക്യൂമറിൻ 3 സ്റ്റോണുകളും സൂട്ടബിളാണെന്ന് പറയുകയുണ്ടായി. അതിൽ സാറ് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ ഡയമണ്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അതേപോലെ തന്നെ തിളക്കമുള്ള മറ്റൊരു രത്നം, ഡയമണ്ട് പോലെ തന്നെ തിളക്കമുള്ള മറ്റൊരു രത്നത്തെക്കുറിച്ച് സാറ് പറഞ്ഞു. മോയിസ്നൈറ്റ് എന്ന് പറയുന്ന രത്നത്തെക്കുറിച്ച്. മോയിസ്നൈറ്റ് വളരെ ഹാർഡ്നെസ് ഉള്ള കല്ല. ഡയമണ്ടിൻ്റെ അടുത്ത് ഹാർഡ്നെസ് ഉള്ള കല്ലാണ് മോയിസ്നൈറ്റ്. ഡയമണ്ടിന് മൗവന്ന സ്കെയിലിൽ 10 ആണ് ഹാർഡ്നെസ് എങ്കിൽ ഇത് 9.25 വന്ന് നിൽക്കും. ഡയമണ്ടിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 3.52 ആണെങ്കിൽ മോയിസ്നൈറ്റ് 3.25 വന്ന് നിൽക്കും. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ഡയമണ്ടിൻ്റെ ടെസ്റ്റർ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടല്ലോ. ഇപ്പോഴും പല ഷോപ്പുകളിൽ ഡയമണ്ട് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഡയമണ്ട് ടെസ്റ്റിനകത്ത് മോയിസ്നൈറ്റ് സെൻസ് ചെയ്യും. ഡയമണ്ട് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാം. ഒരു കാലഘട്ടത്തിൽ മോയിസ്നൈറ്റ് വന്നിട്ട് ആർക്കും കച്ചവടക്കാർക്കൊന്നും തിരിച്ചറിയാൻ പറ്റാതെ വന്നിട്ടുണ്ട്. മോയിസ്നൈറ്റിൻ്റെ രത്നങ്ങൾ ധാരാളം വിറ്റ് പോയിട്ടുണ്ട്. ഡയമണ്ട് ആണെന്നുണ്ട്. ഡയമണ്ട് സിമിലൻ്റ് ആണിത്. ഭയങ്കര കണ്ണഞ്ചിപ്പിക്കുന്ന ഭംഗിയാണ്. നല്ല തിളക്കമായിരിക്കും. നല്ല തിളക്കവും നല്ല കട്ടിങ്ങും ഭയങ്കര ഡ്യൂറബിലിറ്റിയാണ്.
അതായത് ഒരു പെട്ടെന്നൊരു ഡാമേജോ നാശമോ ഒന്നും ഇതിന് സംഭവിക്കില്ല. ഒന്നും പറ്റത്തില്ല, പെട്ടെന്ന് വരത്തില്ല. കണ്ടാൽ നമ്മളൊരു നല്ല ഒരു 5 ക്യാരറ്റിൻ്റെ ഒരു മോയ്സണൈറ്റ് അങ്ങ് ഇട്ട് നല്ല ഒരു വൈറ്റ് ഗോൾഡിലോ ഇട്ടാൽ ഡയമണ്ട് അല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഡയമണ്ട് പോലെ തന്നെ നിൽക്കും. വളരെ സ്റ്റേബിളായിട്ടും ഡ്യൂറബിളായിട്ടുള്ള രത്നമാണ്. ഇത് കൂടുതലും നമ്മൾ ഈ മണി, ഈ പറഞ്ഞ പോലെ ഷെയർ മാർക്കറ്റിങ്, അങ്ങനെയുള്ള സ്റ്റേബിളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ളവർക്ക് ഇത് വളരെ സ്യൂട്ടബിളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ മേടിച്ച് ധരിക്കാറുമുണ്ട്. ചില കസ്റ്റമേഴ്സിനുള്ള എൻ്റെ ഒരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ നല്ല സ്റ്റോണാണ് സാർ. ഇത് ഒരു സ്റ്റെബിലിറ്റി കേട്ടെങ്കിൽ അതൊരു പക്ഷേ ഈ രത്നത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. ഈ ഉൾക്കയൊക്കെ ഭൂമിക്കടിയിൽ സ്ഫോടനം പോലെ ഉണ്ടായിട്ട് ഉണ്ടാകുന്ന വിള്ളലുകളിൽ നിന്ന് ഇത് ഈ കല്ല് വെളിയിലോട്ട് വരിക ചെയ്യുന്നത്. നോർമലി ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പിന്നെ കട്ട് ചെയ്ത് കൊണ്ടുവരികയാണല്ലോ, ഇത് പോളിഷ് ചെയ്ത് കൊണ്ടുവരും. ഈ ഇങ്ങനെ കിട്ടുന്നത് പിന്നെ ശുദ്ധീകരിച്ച് കട്ട് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു 20-ാം നൂറ്റാണ്ടിലാണ് ഈ കല്ല് കണ്ടുപിടിക്കുന്നത്. ഹെൻറി മോയ്സൺ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് കെമിസ്റ്റ് ആണിത് കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ അദ്ദേഹം നടന്ന് പോകുന്ന ഒരു ഏരിയയിൽ, ഇതുപോലെ ഒരു എറപ്ഷൻ ഉണ്ടായ ഒരു ഏരിയയിൽ ഈ കല്ല് കണ്ട് ഇതിൻ്റെ തിളക്കം കണ്ടിട്ട് എടുത്ത് പിന്നീട് അത് ലാബ് ടെസ്റ്റിനും അനേകം ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയിട്ടാണ് ഹെൻറി മോയ്സൺ, അതുകൊണ്ടാണ് മോയ്സണൈറ്റ് എന്ന പേര്, അദ്ദേഹത്തിൻ്റെ പേരിലാവും കല്ലറിയപ്പെടുന്നത്. മോയ്സണൈറ്റ് എന്നുള്ള പേര് കിടക്കുന്നത്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള കല്ലത്, ഭയങ്കര രസമാണ് കണ്ടാലും. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റിയും ആ ഒരു ഹാർഡ്നെസ്സും കൊണ്ട് തന്നെയായിരിക്കും ഈ പറഞ്ഞ ഒരു വ്യക്തിക്ക് ഒരു ഉറപ്പും അല്ലെങ്കിൽ ഒരു മനോബലവും ഒക്കെ കൊടുക്കാനുള്ള ഒരു സവിശേഷത ഈ രക്തത്തിനുണ്ടാവും. അതെ. അപ്പോൾ ഈ ഹാർഡ്നെസ് കൂടുമ്പോൾ തിളക്കം കൂടും. നമ്മൾ നല്ല മരത്തെ സോളിഡായിട്ടുള്ള ഒരു കല്ലേൽ നമ്മൾ കുത്തിയല്ലേ നമുക്ക് നല്ല ആ പിക്ചറിന് ക്ലാരിറ്റി വരുത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇത് ഹാർഡ്നെസ് കൂടുന്ന കല്ലുകൾക്ക് അതിൻ്റെ കട്ടിങ്ങിൽ വരുമ്പോൾ, ഒരു ബ്രില്യൻ കട്ടിങ്ങിലൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര തിളക്കമായിരിക്കും. അതാണ് ഈ പ്രത്യേകത. മോയ്സണൈറ്റ് അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സിലിക്കോൺ കാർബൈഡ് എന്ന് പറയുന്ന ഒരു മിനറൽ അതിനകത്തുണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് ഒരുപാട് ലാബിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കി വരുന്ന മോയ്സണൈറ്റ് ആണ് കൂടുതലും കിട്ടുന്നത്. ഡയമണ്ട്സ് തന്നെ ലാബ് ഗ്രോൺ അല്ലേ കൂടുതൽ ഇപ്പോൾ വരുന്നത്. പക്ഷെ ഭംഗിയും ഡ്യൂറബിലിറ്റിയും അസാമാന്യമായിട്ട് ഉള്ള ഒരു ആരിസോണ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇതിന് മൈനിങ് ഇപ്പോഴും ഉണ്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു രത്നം സാറ് പറഞ്ഞു ഡയമണ്ട് ആയിട്ട് നമുക്കിപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രത്നമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഇതിനെ ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള ഇത് ടെസ്റ്ററുണ്ട്, നമ്മുടെ കയ്യിലുണ്ട് ഈ ടെസ്റ്റർ. അതിനകത്ത് ഡയമണ്ട്, മോയ്സണൈറ്റ് ഇത് രണ്ടും പ്രത്യേകം അവർ എഴുതിയിട്ടുണ്ട്. അത് രണ്ടും വ്യത്യസ്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. മോയ്സണൈറ്റിൻ്റെ മാത്രമായിട്ട് ടെസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം. ആ ഒരു ഹാർഡ്നെസ് കാണിച്ചു തരുന്ന മോയ്സണൈറ്റിൻ്റെ ടെസ്റ്റർ തന്നെ. അത് മോയ്സണൈറ്റ് മാത്രമേ അടിക്കുകയുള്ളൂ. അതിനകത്ത് ഡയമണ്ട് ഫ്ലിക്കർ ചെയ്യത്തില്ല. ഇത് സെൻസ് ചെയ്യുമ്പോഴാണ്, ഈ കല്ലിനകത്ത് കാർബണൊക്കെ സെൻസ് ചെയ്യുമ്പോഴാണ് ഇത് ഫ്ലിക്കർ ചെയ്യുന്നത്. ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് തരുന്നത്. അത് തന്നെ. നമ്മൾ മോയ്സണൈറ്റ് എന്ന് പറയുന്ന ഒരു രത്നത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. അതിൻ്റെ ടെസ്റ്റ് ചെയ്യാനുള്ള രീതികൾ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്, ഡയമണ്ട് ആണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ഉജ്ജ്വലമായ തിളക്കം അതിന്, ഭയങ്കര സ്പാർക്ലിംഗ് ആയിട്ടുള്ളൊരു ഒരു ജമ്മാണ്. കട്ടിങ്ങിനൊക്കെ വലിയ പ്രത്യേകത ഉള്ളത്. അപ്പം നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന മോയ്സണൈറ്റ് വിത്ത് സർട്ടിഫിക്കറ്റാണ്. മോയ്സണൈറ്റോട് സർട്ടിഫിക്കറ്റ് നമുക്ക്. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് ഈ ഒരു ചാർട്ട്, ഒരു വ്യക്തിയുടെ ചാർട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണോ ഈ ഒരു മോയ്സണൈറ്റ് ധരിച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല. മോയ്സണൈറ്റിനോടുള്ള ഇഷ്ടം തോന്നി ധരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്നാലും ഒരു വീനസിൻ്റെ ഒരു പൊസിഷൻ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരുന്നു എപ്പോഴും. വീനസ് വളരെ നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക്
ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ചില ഇതിനകത്ത് നമുക്ക് ഡയമണ്ടിന് സൂട്ടബിൾ അല്ലാത്തവർക്ക് ചില ചെറിയ രീതിയിൽ മോയ്സ്ചറൈറ്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് കല്ലെന്നുള്ള ഒരു ലെവലിൽ ഒരു സിമുലൻ്റായിട്ട് ഡയമണ്ട് സിമുലൻ്റാണിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. സ്റ്റഡ് അടിക്കാൻ നല്ലതാണ്. അതായത് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, ഒരു സിംഗിൾ സ്റ്റഡൊക്കെ യൂസ് ചെയ്യും ഡയമണ്ട് ആണെന്നേ പറയുള്ളൂ. പക്ഷെ തീരെ ചെറിയ മോയ്സ്ചറൈറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട്, ഇച്ചിരി വലിപ്പം കാണും. ഇതും എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ഡയമണ്ടിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു പ്രായപരിധിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് വേണമെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈറ്റ് വെച്ച് നമുക്ക് എന്നാലും ഭയങ്കര തിളക്കമാണ്. പെൺപിള്ളേർ കൊച്ചു പെൺപിള്ളേരുന്നിട്ടുണ്ടോ ഇങ്ങനെ നോക്കും, ആ പിള്ളേർ നോക്കും ഇത്. ചെറിയ അപകടം ആണ് എൻ്റെ പ്രശ്നം. ഈ തിളക്കം കൂടിയ സ്കൂളിലൊക്കെ നോർമൽ യൂണിഫോംസ് നോർമലായിട്ട് വരുന്നതിൻ്റെ ഒരു കാര്യം അതല്ലേ, അധ്യാപകരൊക്കെ ആണെങ്കിലും കണ്ടിട്ടില്ലേ, ആ ഒരു നോർമൽ ഇതിൽ ഒരു മാതൃക വേണ്ട ഒരു സ്ഥലമായിട്ട് അധ്യാപകനാണല്ലോ ഒരു മാതൃക വേണം. ഹൈഫൈ ജീൻസും മറ്റതും ജാക്കറ്റും ഒക്കെ ഇട്ടല്ലല്ലോ ആൾക്കാർ വരുന്നത്. അവർ പഠിപ്പിക്കാൻ വരുമ്പോൾ അതിനായിട്ടുള്ളൊരു ഇതിൽ വരുന്നതെന്ന് പറഞ്ഞതുപോലെ ഈ തിളക്കമുള്ള ഐറ്റംസ് എപ്പോഴും ആൾക്കാരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. ഇതൊരു അട്രാക്ഷൻ വരുത്തുന്ന ഒരു കല്ലാണിത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉപയോഗത്തിലും നമ്മളൊരു സൂക്ഷ്മത എപ്പോഴും, ആവശ്യമില്ലാത്ത റിസ്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതാണ് അതിൻ്റെ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഓരോ ലഗ്നത്തെക്കുറിച്ച്, ഇപ്പം നമ്മൾ രത്നത്തെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഈ ലഗ്നം ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്ത് വന്നിരുന്നത്. ഇപ്പം നമ്മൾ തുലാം ലഗ്നത്തെക്കുറിച്ച് അതിന് പറഞ്ഞു, അതിൽ തന്നെ ലഗ്നാധിപൻ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. പക്ഷേ ഇതിന് മുമ്പുള്ള ഓരോ ഹൗസസിനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ സൈനെക്കുറിച്ച് നമ്മൾ പറയുമ്പം അതിൽ ഓരോന്നിലും ഈ മാസിന് ചൊവ്വയ്ക്കുള്ള ഒരു സ്വാധീനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷൻ വരുമ്പം എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ തുലാം ലഗ്നത്തിലും ഈ ചൊവ്വയുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷനൊക്കെ എങ്ങനെ? നമ്മൾ ഈ ക്യാരക്ടർ പറയുന്നത് നമ്മൾ തുലാം രാശി, സൈൻ ഓഫ് ലിബ്ര. ലഗ്നം എന്ന് പറയുമ്പം നമ്മുടെ ബർത്ത് ടൈം കൊണ്ടുണ്ടാകുന്നതും മറ്റേത് ചന്ദ്രനെ മൂൺ ആസ്പെക്റ്റിൽ വരുന്നതാണ് രാശി വരുന്നത്. തുലാം രാശിയെക്കുറിച്ച് നമ്മൾ ഇത് അതാണ് മെയിൻലി പറയുന്നത്. അവിടെ ലഗ്നം വന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, രണ്ടും ഒരേപോലെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തുലാം രാശിയുടെ ഒരു പ്രത്യേകത ആണിപ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ തുലാം രാശി എന്ന് പറയുമ്പോൾ ലവബിൾ സൈന്, റൊമാൻസ്, ബിസിനസ്, മനസ്സിലായല്ലേ, വളരെ ഭംഗിയായിട്ടും ഡിപ്ലോമാറ്റിക്കായിട്ടും അപ്രോച്ച് ചെയ്യുന്നത്, കണക്റ്റിംഗ് പീപ്പിൾ ഇൻ എ ഡിപ്ലോമാറ്റിക് വേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഉള്ള ഒരു രാശിയിലാണ്. അവിടെ ചൊവ്വ വന്നാലും അല്ലേ, അതാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വ എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ക്യാരക്ടർ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ഒരു വലിയ എനർജി, ഒരു ബ്ലഡ് എനർജി, റെഡ് എനർജി ഉള്ള ഒരു ഗ്രഹം എന്ന് വേണേൽ പറയാം. ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണത്. പിന്നെ അങ്ങനെ കറേജ്, എന്ത് കാര്യത്തിനകത്തും ഇടപെടാനുള്ള ധൈര്യം എല്ലാം അടങ്ങിയ ഒരാളാണ് ചൊവ്വ. ഈ ചൊവ്വ പോയി ഒരു റൊമാൻറ്റിക് ഹൗസിൽ പോയി നിൽക്കുക, പ്ലസ് ബിസിനസ് അതിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ പുള്ളി ഈ ചൊവ്വയുടെ ഒരു ക്യാരക്ടറിന് ചെറിയൊരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവരെ കാണാത്തൊരു ക്യാരക്ടറായിരിക്കും പുള്ളി. അതായത് ഒരു മൊത്തത്തിൽ വ്യത്യസ്തനായൊരു ചൊവ്വയെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. പുള്ളി കുറച്ചുകൂടെ ആ സ്നേഹം പിടിച്ചു പറ്റാനും അല്ല പാർട്ട്ണർ, തുലാത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 7th ഹൗസ്, ഏരിയസ് മേഡം, അതും പുള്ളിയുടെ ഹൗസാണ്, ചൊവ്വയുടെയാണ്. പക്ഷെ അവിടുത്തെ ചൊവ്വ ശാരീരികമായിട്ട് ബലവാനും ഇവിടെ മനസ്സും ബുദ്ധിയും കൊണ്ട് എങ്ങനെ ഒരാളെ സ്വാധീനിക്കാമെന്നുമാണ് പുള്ളി. എസ്പെഷ്യലി പാർട്ട്ണർ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് ചിന്തിക്കും പുള്ളി. മാരേജുമായിട്ട് അതിൻ്റെ കണക്ഷൻ കാണും. ഡിപ്ലോമാറ്റിക് അപ്രോച്ചായിരിക്കും പുള്ളിയുടെ. ദേഷ്യമൊക്കെ ഇങ്ങനെ കിടന്നങ്ങ് ദേഷ്യപ്പെടുന്നതിൽ നമ്മുടെ ബന്ധം പോകത്തേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കും പുള്ളി. മറ്റേത് അങ്ങനെയുള്ള ചിന്തകളൊന്നും ചൊവ്വയുടെ ഒരു ഹൗസിലും ചൊവ്വയ്ക്കില്ല. എന്ത് നടപ്പാക്കുക
എന്ത് നേരിടുക, ഒരു എടുത്തുചാട്ടം, എന്ത് അടിപിടിയും ഒക്കെ അങ്ങനെയുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ പുള്ളിക്ക്. നല്ല ചൊവ്വയെക്കുറിച്ച് അല്ല പറയുന്നത്, മോശം ചൊവ്വയെക്കുറിച്ചാണ് പറയുന്നത്. നല്ല ചൊവ്വയ്ക്ക് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. അത് നമുക്ക് ഈ വൃശ്ചികത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. വൃശ്ചിക ഹൗസിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പറയണ്ട. എനിക്ക് തോന്നുന്നു ഈ ഒരു വിവരം, ഈ തുലാം ലഗ്നത്തിലെ ചൊവ്വയുടെ പ്രത്യേകതകൾ നമുക്കൊരു എപ്പിസോഡിൽ തന്നെ അത് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. കാരണം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. ആ ഒരു വിവരങ്ങൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. തീർച്ചയായും. നന്ദി, നമസ്കാരം.